മാടമ്പിള്ളിയിലെ മാനസിക രോഗി. ആ രോഗി നിന്റെ ഗംഗയാണ്. അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ഡങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു. ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറി. அந்த ஆகரியில கீர்த்தனை ஒண்ணு பாடுறீங்களா? സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അപരവ്യക്തിത്വം, ദ്വന്ദ്വവ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. കളഞ്ഞല്ലോ ഫിദ. ബോയ്സിന് ഒരു കാര്യം പറയാനുണ്ട്. ഫിദ, വെൽക്കം ടു മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ്. എനിക്ക് ഒരു സെക്കൻഡ് ഋഷികേശ് വരെ പോയിട്ട് വന്നൊരു ഫീലിംഗ് ഉണ്ടായിട്ടോ. ആരാ അതിന്റെ കൊറിയോഗ്രാഫർ? രമേശ് സർ. നമ്മുടെ രമേശോ? ഒന്ന് വിളിച്ചാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആദ്യം അറിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം ഇവിടുന്ന് ക്വിറ്റ് ചെയ്യാനുണ്ടായ കാരണം തന്നെ ആദ്യം പറയാം അല്ലേ? എല്ലാവർക്കും അറിയാം, വൈഫ് പ്രഗ്നന്റ് ആയിട്ടാണ് പോയത്. ഇപ്പം കുട്ടി ജനിച്ചു, പെൺകുട്ടിയാണ്, 3 മാസമായി. ഇനാറ എന്നാണ് പേര്. ആ വാവേനെ ഒന്ന് കാണിക്കട്ടെ. ആ ഇവിടെ വന്നിട്ടുണ്ട്. വാവേ വാവേ മറിച്ച് അങ്ങോട്ട് വരുമോ? ആ കുട്ടിക്ക് വിവരമില്ലാത്തോണ്ട്
ബി വെരി ഫ്രാങ്ക്, ഈ ഫ്ലോറുമായിട്ട് നല്ലൊരു ബന്ധം ഈ കുട്ടിക്ക് ജനിച്ചപ്പം മുതലേ ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞങ്ങൾ പറയും ചെയ്തിരുന്നു. ഞങ്ങളെല്ലാവരും ഇതൊരു ഭാഗ്യമാണല്ലോ ശരിക്കും മാസ്റ്റർ. അദ്ദേഹം പോകുമ്പോൾ നമ്മളിങ്ങനെ കൊതിച്ച് ഇരുന്നിരുന്നു. നമ്മൾ പറയും ചെയ്തു ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഞങ്ങൾ ഇവിടെ പ്രേക്ഷകർക്കായി കാണിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ വാക്ക് പാലിച്ചിരിക്കുന്നു. നമ്മുടെ ഈ ഫ്ലോർ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഒരുപാട് ഷോസ് ചെയ്തു. D4 ഡാൻസ് ഫെയിം എന്ന നിലയിൽ ഒരുപാട് ഷോസ് ചെയ്തിരുന്നു. പിന്നെ ഒരുപാട് ഷോസിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ ചാനൽ വന്നതിന് ശേഷമാണ് കൂടുതൽ പോപ്പുലർ ആയത്. നല്ല റീച്ച് ആയിരുന്നു ഈ ഷോ ശരിക്കും. താങ്ക്സ് ടു MMTV. ഇവിടെ എന്താണ് കാണിച്ചേ? ഇവിടെ എന്താണ് കാണിച്ചത്? ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു വിചാരിച്ചു. ഇനി തുടങ്ങിയേ ഉള്ളൂ, പിക്ചർ അഭി ബാക്കിയാ. രമേശ്, ഔട്ട്സ്റ്റാൻഡിങ്. താങ്ക് യു സർ. താങ്ക് യു. ഹൈലൈറ്റും പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റും ഇത് പാട്ടിൻ്റെ തുടക്കവും അതിൻ്റെ എൻഡ്, ദ ലൈറ്റിംഗ് സ്ട്രോക്സ്, ആ ടൈമിങ്ങിൽ കറക്റ്റ് 5 സമയത്ത് 5 ലൈറ്റിംഗ് വന്ന് ഒவ்வொரு ക്യാരക്ടറായിട്ട് റിവീൽ ചെയ്തു. പിന്നെ അതേപോലെ അതേ പൊസിഷനിൽ തുടങ്ങിയ അതേ പൊസിഷനിൽ തന്നെ നിർത്തി. ദാറ്റ് വാസ് സൂപ്പർ. താങ്ക് യു. ഫിദ, ആ ക്യാരക്ടർ അവസാനം നിന്റെ റിയൽ ലൈഫ് ക്യാരക്ടർ അങ്ങനെയേ നീ ചെയ്തു ഫിദ. അതിനു വേണ്ടി തന്നെ ഇതിൻ്റെ പെർഫെക്ഷൻ. നീ ഇതിനു വേണ്ടി അഭിനയിച്ചില്ല, നീ സ്വയം ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന അതേ പൊസിഷനിൽ ഫീലിംഗിലായിരുന്നു നീ. നല്ല ഒരു സംഭവം പറഞ്ഞാൽ ഇവളെ ലിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരു എയർ സ്പിന്നിൽ ഒരു 360 ഡിഗ്രി ഉണ്ടാവും. ദാറ്റ് വാസ് സൂപ്പർ. താങ്ക് യു. ഓവറോൾ ഐ thoroughly enjoyed your performance. താങ്ക് യു. GP, നിന്റെ പുതിയ വണ്ടിയിൽ സാധാരണ നമ്മൾ ദൃഷ്ടിക്ക് വേണ്ടി ഫോട്ടോ ഒക്കെ ഈ ഫോട്ടോ എടുത്തോണ്ട് വെച്ച വണ്ടിയിൽ ഒരു ദൃഷ്ടി അടിക്കത്തില്ല. തേജോവധം ചെയ്യരുത്. അത്ര ഇത് വേണ്ട പാവം. ഇതാ മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ്. ഐ തിങ്ക് പറയാനൊന്നുമില്ല. ഐ സിംപ്ലി ലവ്ഡ് യുവർ പെർഫോമൻസ് വിത. നന്നായിട്ട് ചെയ്തു. നീരജ് ജി, മണിച്ചിത്രത്താഴ് കണ്ടിട്ടുണ്ടോ? No, I've not seen the original. You've seen Bulbulaya, Seen right? Bulbulaya? Yeah, Bulbulaya I've seen. That's the But you should see the original. You should see the original. Definitely I'll see it. But without seeing the film or without knowing the meaning, as in I could not understand the meaning of the song. But Fida, in first choreography-wise, fantastically choreographed. It was like the designing of the lights, spotlights, each of them. And I noticed that they did a movement in the start and they did a reverse the movement in the end back to the first one. So that idea I really liked and all. Coming to Fida, with your performance, that switch over in the seconds that I got to know that she's playing 2 characters. So then in the end it was very clear that you're playing a split personality. So that was really clear. Expressions, your body language, and the 2 steps which I liked was the wave, okay, the wave which you did, and obviously the turn in the air and landing. I really enjoyed your performance. Thank you, sir. ഈ ട്രാക്ക് തന്നത് എനിക്ക് ജോബ് കുര്യൻ എന്നൊരു സിംഗർ ആയിരുന്നു. അവർ ജോബ് കുര്യൻ പാടി തരുന്നത്. ജോബ് കുര്യൻ, റെക്സ് വിജയൻ, ആ ടീമുണ്ട്. അപ്പോൾ അവർക്കൊരു വലിയ താങ്ക്സ് എനിക്ക് പറയണം. മാസ്റ്റർ, മാർക്സ് ഫോർ Fida, I'll give you any dark Tarantan. Yaji, എനിക്ക് 10 ഇല്ല. സോറി. any dark Tarantan. Okay. Sorry Fida, I don't like fooling around, so I'll give you 9 out of 10. And your total is 30 out of 30. मेरा मजा नहीं आया, तेरा एक्शन आना चाहिए. Okay, Yeah. Fida, this time was something different. For me, it was. ഏറ്റവും ഈ കിട്ടിയ 30 on 30 ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കൽ ഫാമിലി കുറച്ച് ഇഷ്യൂസ്, ഐ മീൻ റെസ്പോൺസിബിലിറ്റീസ് കാരണം എലിമിനേറ്റ് ആയി പോകേണ്ടി വന്ന റമീസ് തിരിച്ചു വന്ന് 30 on 30. കഴിഞ്ഞ ഷെഡ്യൂളിൽ ഡേഞ്ചർ സോണിൽ വന്ന് എലിമിനേഷന്റെ വക്കത്തെത്തി തിരിച്ചെത്തിയ ആൾ 30 on 30 ആണ് വാങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫിദ ആൻഡ് റമീസ് ഡിസേർവ് എ സ്റ്റാൻഡിംഗ് ഒവേഷൻ. വാട്ട് എ കം ബാക്ക്. അപ്പോൾ ഈ ഒരു സ്പിരിറ്റ് എപ്പോഴും കീപ്പപ്പ് ചെയ്യുക. പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് എന്നും വിശ്വാസം ഉണ്ടായിരുന്നു. ഒരിക്കലും താഴെ പോകാതിരിക്കുക. ഡോണ്ട് ലെറ്റ് യുവർ സെൽഫ് ഗോ ഡൗൺ. ഓക്കെ ഫിദ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു ഗ്രൂപ്പ്. Riyaji, come on, long lasting performance of the day goes to long lasting performance of the day goes to Fida.
കല്യാൺ സിൽക്സ് സ്റ്റാർ ഓഫ് ദി ഡേ ഗോസ് ടു കല്യാൺ സിൽക്ക് സ്റ്റാർ ഓഫ് ദ ഡേ ഗോസ് ടു ഫിദയുടെ ആക്ട് കൊറിയോഗ്രാഫ് ചെയ്ത റമീസ്. Move your body like you never ever flew to. Split them up, just turn around.